ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം ആളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീക്കെൻഡായിട്ട് മസ്കറ്റിലെ ഒരു പ്ലേസിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് പുഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു തോട് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കാണാൻ പോയതാണ്. ഇവിടെ നല്ല വേനലിനും നല്ലോണം ഉറവുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതറിഞ്ഞ് ഞങ്ങൾ കാണാൻ പോയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളമുള്ളൂ, പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെള്ളങ്ങളൊന്നും കാണില്ലാത്തൊരിതായതുകൊണ്ട് തന്നെ കുറച്ച് തോട് പോലെ കണ്ടാലും ആൾക്കാർ അവിടെ കൂടും കേട്ടോ. ഞങ്ങൾ മാത്രമേ ഈ വട്ടിന് പോകുന്നുള്ളൂ എന്ന് വിചാരിച്ചതേ. ഞങ്ങൾ ചെന്നപ്പോഴേ നോക്കി എന്തോരം ആൾക്കാരായിരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ സ്ഥലം കിട്ടിയില്ല, ഒന്ന് പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇരിക്കാനൊന്നും നമുക്ക് സ്ഥലം കിട്ടിയില്ല കേട്ടോ. എല്ലാവരും നേരത്തെ തന്നെ വന്ന് സ്ഥലമൊക്കെ പിടിച്ചു. ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മീന് പിടിക്കാൻ തോർത്തിട്ടും നമ്മുടെ നാട്ടിലെ തോട്ടിലേക്ക് ഇട്ട് പുളിപ്പം ചെയ്യും പോലെ തന്നെ തോർത്തിട്ട് പിടിക്കുന്നു. കുട്ടികൾ കവറിട്ട് പിടിക്കുന്നു. അങ്ങനെ നല്ല രസം. കുഞ്ഞുങ്ങളൊക്കെ ആ വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പാകത്തിന് നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ പിള്ളേരെല്ലാം അതിനകത്ത് കളിക്കുന്നത്. ഞങ്ങളിന്ന് പിള്ളേരെ ഇറക്കില്ല കേട്ടോ. നമ്മളങ്ങനെ ഇറങ്ങാൻ പാകത്തിന് സജ്ജീകരണത്തിലല്ല വന്ന്, ചുമ്മാ ഒന്ന് കണ്ടേച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിരുന്നു. അന്ന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഇരിക്കാനൊക്കെ നല്ലോണം മരങ്ങളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങൾ വന്നേ. പക്ഷേ ഇവിടെ എന്തോ റോഡ് പണി എന്തൊക്കെയായിട്ട് മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് കരുതിയതേ. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ രസം ഉണ്ടാകുന്ന കരുതിയായിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അതേ ഉൾഭാഗമാണ് ഈ കാണുന്നത്. എല്ലായിടത്തും ഒരുപോലെയൊക്കെ തന്നെ കേട്ടോ. ആദ്യം വന്ന ആ ഒരു ഇതിനേക്കാളും കുറവാണ് ഇപ്പോൾ. നേരത്തെ വന്നപ്പോൾ ഇച്ചിരി കൂടെ ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. എത്ര ഭംഗി കുറഞ്ഞു എന്ന് പറഞ്ഞാലൊക്കെ ഇത് നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്തു. ഒരുപാട് നേരം ഇരിക്കാനൊന്നും നമുക്ക് സ്ഥലം കിട്ടാത്തതുകൊണ്ട് നമ്മൾ വേഗം പോകുന്നു കേട്ടോ. പോകുന്നത് ഒരു ഇച്ചിരി ഉള്ളിലേക്ക് കയറി പോന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നിറയെ ചീന്തപ്പനയും മരങ്ങളും ഒക്കെ ആയിട്ട് നിന്ന് നമ്മൾ നാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീല് കിട്ടുന്ന ഒരിടമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെയും മല കേട്ടോ. ഇവിടെ കൂടുതലും ഇങ്ങനെയാണ്, ഈ മലകളാണുള്ളത്. അവിടെ ഒരു തരി പുല്ല് പോലും ഇല്ലാത്ത സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ കടന്ന് ഞങ്ങളിതേ പോകുന്നു. ഇനി നമ്മൾ പോകുന്ന പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 സമയമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും വെട്ടമൊക്കെ ഉണ്ട്, ചൂടുമുണ്ട്. ഇപ്പോഴും 40 ഡിഗ്രി തന്നെയാണ് കേട്ടോ ചൂട് നിൽക്കുന്നത്. ചൂടിപ്പോൾ നല്ല കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ കയറി കേട്ടോ. അതേ പാർക്കിൻ്റെ കവാടം ഇതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കുറച്ച് ചൂട് കുറവുണ്ട് കേട്ടോ. ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അതേ പാർക്കിൽ കയറിയപ്പോൾ തന്നെ പിള്ളേർ ഓട്ടപ്പിടുത്തം ചാട്ടമൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഉള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലം മുതൽ ഊർന്നിറങ്ങണ സംഭവം, സീസോ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് വലിയ ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ബെഞ്ച്, പിന്നെ പുല്ല് ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് എവിടെ വേണേലും ഇരിക്കാം കേട്ടോ. കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് കളിച്ചോളും. അപ്പോൾ തന്നെ മാളും അമ്മയും അമ്പിളിയൊക്കെ ഇതിലൊക്കെ കയറി കളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൂസ് വലുതിലൊന്നും കയറില്ലാത്ത കാരണം നിമ്മി അപ്പുറം സൈഡ് പിള്ളേരുടെ മാത്രം ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഈ കാണുന്നത്. അപ്പോൾ അവിടെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള, അപ്പോൾ അവിടെ പോയി മാളും അമ്മൂങ്ങളുടെ അമ്പിളീനെയും കൂട്ടി ഇതിനകത്തേക്കാട്ടോ. ഇതിൽ ഫുള്ള് കളിയാണ്. അപ്പൂസും നിമ്മയും കൂടെ ഇതിനകത്ത് കയറി. അപ്പൂസിനെ ചെറുതിലായിട്ട് കയറാൻ പറ്റുള്ളൂ. കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ ഇവിടെ ഒരു ബെഞ്ചുണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന് പുറകുവശത്ത് കാണുന്നത് ഓരോ സ്റ്റാളുകളാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ചിപ്സൊക്കെ മേടിച്ച് അവിടെ നിന്ന് കഴിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അവിടെ നല്ല സുഖമായിട്ടായിരിക്കും. ഈ പച്ചപ്പായതുകൊണ്ട് ആ ടൈലിൻ്റെ അവിടെ നിന്നൊക്കെ മാറുമ്പം ആ ഒരു ചൂടിൻ്റെ വ്യത്യാസം നല്ലോണം അറിയാൻ പറ്റും കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ അധികം ചൂടൊന്നും ഇല്ലായിരുന്നു. ചെറിയ കാറ്റൊക്കെ ഉണ്ടായി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ കളിക്കുകയും ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കുകയും ചെയ്തു കേട്ടോ. നല്ല രസമായി ഇവിടെ നിന്നുള്ള ഫോട്ടോയൊക്കെ. അപ്പോൾ അതേ പിള്ളേർക്ക് മാളും അമ്മവും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. പിന്നെ അപ്പൂസിൻ്റെ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഫാമിലി ഫോട്ടോയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ എന്ത് പരിപാടിയാണെന്ന് പറയുന്നത്, എന്തോ ചാരിറ്റിയുടെ പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. ഓരോരുത്തരും ഓരോ സ്റ്റാളിട്ട് അവിടെ ഓരോ പരിപാടികളായിരുന്നു, ഓരോ സാധനങ്ങൾ വിൽക്കുന്നു. പിന്നെ അപ്പുറം സൈഡിലായിട്ട് ഒരു സ്റ്റേജ് ഷോയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയില്ല കേട്ടോ.
ഇവിടെ തത്തേനെയൊക്കെ കൊണ്ടുവച്ച് ഫോട്ടോ എടുക്കും. എന്തിൻ്റെയാണെന്നറിയില്ല, പക്ഷെ എന്തോ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മിക്കി മൗസും ഒക്കെ ആയിട്ട് വന്ന് ഫോട്ടോയൊക്കെ എടുത്തു, കുട്ടികളെയൊക്കെ ആയിട്ട് ഫോട്ടോയെ എടുത്തു. കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ തന്നെ ചിലവഴിച്ചു കേട്ടോ. നല്ല രസമായിട്ട് ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരും കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഇതൊക്കെ. അപ്പം മാളും അമ്മവും കൂടെ ചെന്ന് ഷെയ്ക്കാൻ്റെ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്ത് കേട്ടോ. അപ്പം ഞങ്ങളും അവരുടെ കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നോക്കി. അപ്പോൾ ഇന്ന് നമ്മളിത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫ്രൈഡേ എൻജോയ് ചെയ്തത്. ഇന്ന് ചൂട് അധികം ഫീൽ ചെയ്തില്ല. ഇങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ടായിരിക്കും കേട്ടോ നമുക്ക്. പക്ഷെ ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡൊന്നും പോയിരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂട് കാറ്റാട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ നിന്നും പാർക്കിലൊക്കെ പോയി കുട്ടികൾ കളിച്ചും അവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു വൈകിട്ടായി നമ്മുടെ വൈകിട്ട് ഇങ്ങനെ തീർത്തു. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. ഒത്തിരി രാത്രിയായി കേട്ടോ, 8:30-9 മണി ആ സമയമൊക്കെ ആയി. ഇച്ചിരി ദൂരമാണ് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു, ഫ്രൈഡേയിലെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക. ടാറ്റാ. ബൈ ബൈ.